ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മല്ലു ഇൻ അധോലോകം. ഇന്ന് ഞാൻ ട്രാവൽ ചെയ്തത് കൊളോണിലെ ലിൻഡിൻ്റെ ചോക്ലേറ്റ് മ്യൂസിയത്തിലാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ട്രാവൽ ചെയ്യുന്നത്. കൊളോൺ വന്നിട്ടുണ്ട്, പക്ഷേ മ്യൂസിയം ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ ഞാൻ ടിക്കറ്റ് ഓൺലൈനിൽ തലേദിവസം ഞാൻ എടുത്തു. ഇതിൽ എൻട്രി ഫീസ് ഉണ്ട് 16 യൂറോ. അങ്ങനെ ഒരു വെൽക്കം ചെയ്യുന്നത് തന്നെ ഒരു ചോക്ലേറ്റൊക്കെ തന്നിട്ടാണ്. അങ്ങനെ ഞാൻ അകത്ത് പോയി. അത്യാവശ്യം തിരക്കുള്ള ദിവസം തന്നെയായിരുന്നു കേട്ടോ. ആദ്യം തന്നെ അവർ കൊക്കോ എങ്ങനെയാണ് മരത്തിലുണ്ടായെന്ന ഒരു ഡെമോ പോലെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ വിഷ്വലൈസ് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അവർ അത് കൾട്ടിവേറ്റ് ചെയ്യണേ, എങ്ങനെയത് മരത്തിൽ നിന്ന് പറിച്ചിട്ട് മരത്തിൽ നിന്ന് പറിക്കുന്ന കുറേ ടൂൾസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതെല്ലാം എങ്ങനെയാണ് അവർ പൊളിക്കുന്ന ടൂൾസും, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒറിജിനലി അതെങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഡെമോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പൊളിച്ചിട്ട് അത് ഫെർമെൻറ്റ് ചെയ്യണമല്ലോ, അപ്പോൾ അതെങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ഡെമോ അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അത് ട്രൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ട്രൈ ചെയ്തിട്ട് അത് എങ്ങനെയാണ് ഇരിക്കുന്നത്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ദിവസം ഒരു 120 ഫ്രൂട്ട്സാണ് പൊളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഫ്രൂട്ട് അല്ലെങ്കിൽ ആ കൊക്കോ ബീൻസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഒച്ചാണ്. ആ ഒച്ചിൻ്റെ ടൈപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സർക്കിൾ ഓഫ് പോവർട്ടിയുടെ ഒരു മാപ്പല്ല, ഒരു ഇതുമാതിരി അവിടെ പ്രദർശനം വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ കൊക്കോ ഏത് രാജ്യത്താണ് കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്നൊരു ചെറിയൊരു വേൾഡ് മാപ്പുണ്ട്. അതിലെല്ലാവരും ഒന്നൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ അത് മെയിൻലി ഏതൊക്കെയാണെന്ന് അവിടെ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ കൊക്കോ കഴിക്കുന്ന അല്ലെങ്കിൽ ചോക്ലേറ്റ് കഴിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ പ്രസ് ചെയ്താൽ കാണാൻ പറ്റും എത്ര കിലോ വെച്ചിട്ടാണ് കഴിക്കുന്നതെന്നൊക്കെ. പിന്നെ അവരുടെ ഫാക്ടറിയിൽ അവർ യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ എത്ര പെർസെൻറ്റേജാണ് മിൽക്ക് പൗഡർ, കൊക്കോ പൗഡർ, ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ പെർസെൻറ്റേജായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ അവർ യൂസ് ചെയ്യുന്ന മെഷീൻസാണ് കേട്ടോ. ഇപ്പോൾ റീസെൻ്റ്ലി അല്ലെങ്കിൽ പുതിയൊരു മോഡേൺ ഇതിൽ യൂസ് ചെയ്യുന്ന മെഷീൻസാണ് അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ അവർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നതെന്നും എങ്ങനെയൊക്കെയാണ് അത് ഡ്രൈ ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് അങ്ങനത്തെ സംഭവങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് അവിടെ സ്ക്രീനിൽ അവർ കാണിക്കുന്നുണ്ട്. ഒത്തിരി പേര് ഉള്ളിക്കറി ഒക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഞാൻ ഉള്ളിക്കറി നോക്കിയിട്ടും അധികം കാണാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. ഒരേ ലെവൽ 1 by 1 ആയിട്ട് അവർ സ്ക്രീൻസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ലൈവായിട്ട് അവർ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു വരുന്ന വിസിറ്റേഴ്സിന് ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കണതെന്നും ട്രെയിൽ ഒഴിച്ച് അതെങ്ങനെയാണ് അവർ സെറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നതെന്നെല്ലാം അവിടെ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു റോബോട്ട്, നമുക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ ഒരു സ്വിച്ച് ഞെക്കിയാൽ ആ റോബോട്ട് നമുക്ക് മിഠായി തരും. അതിന് നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ച് സ്റ്റുഡൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്യൂ ഇങ്ങനെ ഒരു പ്രാവശ്യം നിൽക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും വന്ന് ക്യൂവിൽ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്യൂ തിരക്കുകളായിരുന്നു. അത് ഞാനും ട്രൈ ചെയ്തു. ഞാൻ മുൻപ് ലിൻഡ് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഫസ്റ്റ് ടൈമല്ല. അതുകൊണ്ട് എനിക്ക് അധികം വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല സാധാരണ കഴിക്കുന്ന മാതിരി കഴിക്കുന്നതിന്. പക്ഷെ അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. അങ്ങനെ അവർ ലൈവായിട്ട് ഉണ്ടാക്കി തരുന്നതുകൊണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു ട്രെയിൽ വെച്ചിട്ട് എങ്ങനെയാണ് അത് സെറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നതെന്നുള്ളൊരു ചെറിയൊരു മെഷീൻ അവിടെ വെച്ചിട്ടുണ്ട്. ഒക്കെ കാണാൻ പറ്റും, ലൈവായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇതൊരു ചോക്ലേറ്റ് ഫൗണ്ടനാണ് കേട്ടോ. അവിടെ ഒരു സ്റ്റാഫ് നമുക്ക് ചോക്ലേറ്റിൽ മുക്കി വേഫേഴ്സ് തരും. അതും മേടിക്കാൻ അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു. അത് ഫൗണ്ടെയിനായതുകൊണ്ട് നല്ല ചൂടായിരുന്നു ചോക്ലേറ്റ്.
ഇതാണ് ഫൗണ്ടൻ. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ പണ്ട് യൂസ് ചെയ്ത ഒത്തിരി മെഷീൻസ് ഉണ്ട്. അതായത് കമ്പനി തുടങ്ങുന്ന ടൈമിൽ അല്ലെങ്കിൽ ഫാക്ടറി തുടങ്ങുന്ന സമയത്ത് യൂസ് ചെയ്ത ഒത്തിരി മെഷീനുകൾ അവർ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു പണ്ടത്തെ മെഷീൻസ്. അവർ ഇപ്പം എല്ലാം മോഡേൺ ടെക്നോളജി ആയതുകൊണ്ട് ഇത്രയ്ക്കും മാനുവലായിട്ട് ചെയ്യേണ്ട, ഇതെല്ലാം മാനുവലി വലിക്കുന്നതും അങ്ങനത്തെ കുറേ ടൈപ്പുകളൊക്കെയാണ്. ഒരു 5-6 നമ്മൾ നേരത്തെ കണ്ട മെഷീൻസിൻ്റെ തന്നെ പഴയ മെഷീൻസ് എങ്ങനെയാണോ അവർ യൂസ് ചെയ്യുന്ന ടൈപ്പുകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം ഇംഗ്ലീഷിലുണ്ട്, ജർമ്മനിലുണ്ട് കേട്ടോ. ഇതൊരു ലെവൽ മേലെ പോവുകയാണെങ്കിൽ ചോക്ലേറ്റ്സ് കാണാൻ പറ്റും, അവർ ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും, എങ്ങനെയാണ് അവർ ചോക്ലേറ്റ് ഡിസൈൻ ചെയ്യണതെന്ന്. കാരണം ചില ചോക്ലേറ്റ് ബാർ മേടിക്കുമ്പോൾ അതിൽ നിന്ന് പല പല കളേഴ്സ് നമ്മൾ കാണാറില്ലേ, അതെങ്ങനെയാണ് അവർ ഡിസൈൻ ചെയ്യണമെന്നുള്ളതാണ് അവർ സ്റ്റാഫ് കാണിക്കുന്നുണ്ട്. ചോക്ലേറ്റ് എങ്ങനെ ചൂടാക്കുന്നത്, എങ്ങനെ അവർ പൈപ്പിംഗ് ബാഗിൽ ആഡ് ചെയ്യുന്നതും പിന്നെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നൊക്കെ ഉണ്ട്. ആ ട്രെയിൽ മുൻപ് ഒരു വൈറ്റ് കളർ വെച്ചിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ ആ വൈറ്റ് കാണുന്നില്ല. പിന്നെ അവരിപ്പോൾ യൂസ് ചെയ്യാൻ ഇപ്പോൾ വന്നാൽ പിങ്കാണ് പിന്നെ കാണുന്നത്. നല്ല ഭംഗിയുണ്ട്. അവർ സ്ഥിരം ചെയ്യണ കൊണ്ടായിരിക്കും എല്ലാം നല്ല പടപടേ സ്പീഡിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒട്ടിക്കുന്ന നല്ല ട്രെയിൻ ട്രേ അവർ നിറയ്ക്കുന്നുണ്ട്. ഇതടുത്ത് ചോക്ലേറ്റ് കോട്ടിംഗ് ആണ് കേട്ടോ. ചില ചോക്ലേറ്റ് മേടിക്കുമ്പോൾ നമുക്ക് ഡിസൈൻസ് കാണാൻ പറ്റും, പല കളറിലുള്ളത്. ഇത് പാണ്ടയുടെ ഒരു ചോക്ലേറ്റാണ്. അതിൽ സ്റ്റാഫ് ബ്ലാക്കും വൈറ്റായിട്ട് പെയിൻറ്റ്, അതായത് ചോക്ലേറ്റ് കോട്ട് ചെയ്തിട്ട് പിന്നെ അതിൽ ചോക്ലേറ്റ് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെങ്ങനെയാണ് അത് ട്രൈ ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഒരു മെഷീനിൽ വെച്ചിട്ട് മെഷീൻ കറങ്ങുമ്പോൾ അത് വേഗം ട്രൈ ആവും, എന്നിട്ടാണ് അവർ അതിൽ ചോക്ലേറ്റ് ഫില്ല് ചെയ്യുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ഷേപ്സ് ഉണ്ട് കേട്ടോ. ഹാർട്ട്സ് ഷേപ്സ് ഉണ്ട്, പിന്നെ പാണ്ട, പിന്നെ ചോക്ലേറ്റ് ഹാർട്ട് ഉണ്ട്, വൈറ്റ് ചോക്ലേറ്റ് ഹാർട്ട് ഉണ്ട്. എല്ലാം ഈ മെഷീൻ വെച്ചിട്ടാണ് അവർ ഡ്രൈ ചെയ്യുന്നത്. ഇത് ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് മിഠായി നിറയ്ക്കും. ഇത് കുറേ ചോക്ലേറ്റ് മോൾഡ്സാണ് അവർ പണ്ട് യൂസ് ചെയ്തതൊക്കെ. പിന്നെ ഇത് ചോക്ലേറ്റിൻ്റെ ഒരു ടോയ് ആണ് കേട്ടോ. അല്ലെങ്കിൽ അതിന് 600 യൂറോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ മുൻപ് യൂസ് ചെയ്ത ഒത്തിരി മോൾഡ്സ് അവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ ചോക്ലേറ്റ് സൂ, അതായത് അനിമൽസിൻ്റെ കുറേ മോൾഡുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് റാബിറ്റിൻ്റെ ആണ് കേട്ടോ. ഏത് ഷോപ്പിലാണെങ്കിലും ക്രിസ്മസ് ടൈമിൽ അല്ലെങ്കിൽ ഈസ്റ്റർ ടൈമിലൊക്കെ റാബിറ്റ്സിൻ്റെ ഒക്കെ കൂടുതൽ കാണാൻ പറ്റും. ക്രിസ്മസ് ആണെങ്കിൽ സാന്റാക്ലോസിൻ്റെ ഇവിടെ ഞാൻ കണ്ടില്ല, പക്ഷേ ഷോപ്പിലൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇത് മുൻപ് യൂസ് ചെയ്ത കുറേ മോൾഡ്സൊക്കെയാണ് അതിൻ്റെ മെറ്റീരിയൽസ്. ഇത് ചോക്ലേറ്റ് അവർ എങ്ങനെയാണ് ഡിസൈൻ, ചില ചോക്ലേറ്റ് നമ്മൾ മേടിക്കുമ്പോൾ ബോൾസ് കാണും, അത് ചോക്ലേറ്റിൽ ഫില്ല് ചെയ്ത് പിന്നെ അതെങ്ങനെയാണ് ഫുള്ള് റൗണ്ട് ഷേപ്പാക്കിയിട്ട് ഉരുട്ടി എടുക്കണേ എന്നൊക്കെ ഒരു ട്രയലാണ് ഇവിടെ ഒരു മെഷീൻ വെച്ചിട്ട് കാണിക്കുന്നത്. എല്ലാത്തിനും സ്റ്റാഫുകൾ നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ അവിടെ ലൈവായിട്ട് നമുക്ക് ചോക്ലേറ്റ് വാങ്ങി മേടിച്ച് കഴിക്കാമെന്നും ഉള്ള കുറേ ഷോപ്സും ഉണ്ട്. ഇത് ചോക്ലേറ്റ് അവർ എങ്ങനെയാണ് അല്ലെങ്കിൽ ഡ്രിങ്ക് എങ്ങനെയാണ് ഹോൾഡ് ചെയ്തെന്നുള്ളൊരു സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതായത് 1950 ടൈമിൽ ചോക്ലേറ്റ് ഡ്രിങ്ക് എങ്ങനെയാണ് അവർ എന്തൊക്കെയാണ് കൂടുതലിട്ട് മിക്സ് ചെയ്യുന്നതെന്നുള്ളൊരു ചെറിയ വിഷ്വലൈസേഷൻ ഉണ്ട്. പിന്നെ അവർ മുൻപ് യൂസ് ചെയ്യുന്ന ഒത്തിരി ടൂൾസ്, പാത്രങ്ങൾ, ഇതിലൊക്കെയാണ് അവർ സൂക്ഷിച്ചിരുന്നതെന്നും എങ്ങനെയൊക്കെയാണ് അവർ ഗ്രൈൻഡ് ചെയ്തിരുന്നു, അങ്ങനത്തെ ഒത്തിരി പണ്ടത്തെ കുറേ ടൂൾസും പാത്രങ്ങളും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയാണ്. ഞാൻ എല്ലാം കൂടുതൽ വീഡിയോസ് ഞാൻ എടുത്തില്ല, അത്യാവശ്യം തിരക്കുള്ള ദിവസം തന്നെയായിരുന്നു.
ഇതൊരു സ്റ്റോണാണ് കേട്ടോ, 500 to 300 BC ഒരു ജാങ്കോറിൻ്റെ ഒരു സ്റ്റോണ്. അതുപോലെ ഒത്തിരി സ്റ്റോണുകൾ കാണാൻ പറ്റും. പിന്നെ എങ്ങനെയാണ് റിലീജിയൻ അവരെ ഷേപ്പ് ചെയ്തിരുന്നത്, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ. പിന്നെ ഒത്തിരി പാത്രങ്ങൾ, അങ്ങനത്തെ പണ്ട് യൂസ് ചെയ്തിരുന്ന ഒത്തിരി സംഭവങ്ങളൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒന്നില്ലെങ്കിൽ ഡോയിഷിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്കത് വായിക്കാം. പിന്നെ ഫാക്ടറി ഓഫ് ചോക്ലേറ്റ് കണ്ടിന്യൂസ്, ഇപ്പോഴും അതെങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് ഉള്ള കുറേ പേപ്പറും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് ചോക്ലേറ്റ് വെൻഡിങ് മെഷീനാണ്. പണ്ട് യൂസ് ചെയ്തിരുന്ന ഒത്തിരി മെഷീൻസുകളും അവിടെ കാണാൻ പറ്റും. ഇത് 1 by 1 ആയിട്ട് അവർ നമ്പർ ഇട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ പിന്നെ ഈ ചോക്ലേറ്റ് എങ്ങനെയാണ്, ഹൗ ചോക്ലേറ്റ് ഇസ് സോൾഡ്, ഇങ്ങനെ ഇവർ മിഠായികളൊക്കെ വിറ്റ് നടന്നേന്ന്, അങ്ങനത്തെ കുറേ മെഷീൻസും കാണാൻ പറ്റും. അങ്ങനെ ഒത്തിരി വർഷം മുൻപ് യൂസ് ചെയ്ത കുറേ കാര്യങ്ങൾ എല്ലാം ഈ മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് സംഭവങ്ങൾ കാണിക്കും. ഇതൊരു ചോക്ലേറ്റിൻ്റെ ഒരു വെഞ്ചറാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അവിടെ കാണാൻ. ഒരേ ചോക്ലേറ്റുകൾ ഒരേ രീതിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേണത്. മുൻപ് എത്ര വർഷം മുൻപാണ് ചോക്ലേറ്റ് ഇൻവെൻറ്റ് ചെയ്തതെന്നും അങ്ങനത്തെ കുറേ സംഭവങ്ങളെല്ലാം നല്ല ഭംഗിയാണത്. ഫുള്ള് അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞാൻ ആദ്യം ചെന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തിരിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്നു. ഞാൻ വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തിരക്കായി തുടങ്ങിയത്. അങ്ങനെ ഒരു 2.5 hours ഞാൻ ആ മ്യൂസിയത്തിൽ ചിലവാക്കിയിട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങളും ഞാനെല്ലാം വീഡിയോ എടുത്തിട്ടില്ല. എനിക്ക് പറ്റിയതെല്ലാം ഞാൻ വീഡിയോ ആക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വെർത്തായിട്ടുള്ളൊരു മ്യൂസിയം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് ആ പശുവിനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ പശുവിൻ്റെ കൂടെയൊക്കെ ഞാൻ വീഡിയോ എടുത്തു. എല്ലാത്തിനും എന്തൊക്കെയാണ് അവരെല്ലാം അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കത് വായിക്കാവുന്നേ ഉള്ളൂ. ഞാനെല്ലാം അങ്ങനെ വീഡിയോ എടുത്തില്ല. ഇത് കുറച്ച് ഫോട്ടോജനിക്കായിട്ട് സ്ഥലം പോലെ തോന്നി. അങ്ങനെ ഒത്തിരി പിള്ളേരൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം കണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഇരുന്ന് ഫോട്ടോ എടുത്തു. പിന്നെ താഴെ തന്നെ ഷോപ്പുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ മിഠായി മേടിക്കാം. പല തരത്തിലുള്ള പല ഷേപ്സിലുള്ള മിഠായികൾ മേടിക്കാം. പിന്നെ ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ട്, ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉണ്ട്, ഫേസ് ക്രീംസ് ഉണ്ട്. ഈ കൊക്കോ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ചോക്ലേറ്റ്സ് ആണ് കൂടുതൽ. പിന്നെ അത്യാവശ്യം ലിൻഡ് എക്സ്പെൻസീവ് ആണല്ലോ. ഞാനതുകൊണ്ട് കുറച്ച് മിഠായി മേടിച്ചുള്ളൂ. അല്ലാതെ നമുക്ക് ഷോപ്പിലൊക്കെ മേടിക്കാറുണ്ട് ഞാൻ. അത്യാവശ്യം നല്ലൊരു ടൈം സ്പെൻഡിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ. See you in the next video.